അൻസർ അലി, താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇപ്പോ താങ്കളുടെ പല ഇന്റർവ്യൂകളും ഇപ്പൊ വിവാദമാണ്, ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം AP അബൂബക്കർ മുസ്ലിയാർ ശ്രീ നരേന്ദ്രമോദിയെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ AP ഉസ്താദ് പറയുകയുണ്ടായി, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരാണ്, എല്ലാ രീതിയിലും അവർ സേഫ് ആണെന്ന് പറയുകയുണ്ടായി. ഈ ഒരു കാര്യം AP ഉസ്താദിന്റെ ഈ ഒരു പ്രസ്താവന പല സംശയകരമായ സാഹചര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മോദിയുടെ ഭരണത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ, ദളിതർ, മുസ്ലിങ്ങൾക്ക് എത്രത്തോളം സേഫ് ആണ് നമുക്കെല്ലാം അറിയാം. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ ഒരു സംശയം ഉണ്ടാവാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടി, പേര് ഞാൻ പറയുന്നില്ല, ആ സിനിമാ നടി ഒരു ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിച്ചു, 2 ഫോട്ടോ, ഒന്ന് നരേന്ദ്രമോദിയുടെയും ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരാന്ന് ചോദിച്ചു. അപ്പൊ ആ നടി ഓടി വന്ന് ശ്രീ നരേന്ദ്രമോദി ടച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കൈകൊപ്പിയിട്ട് പറഞ്ഞു, എനിക്ക് ഇനിയും ഇന്ത്യയിൽ ജീവിക്കണം എന്നൊരു സംഭവം പറഞ്ഞു. അത് ഭയങ്കര വിവാദമായി, വാർത്തയൊക്കെയായി. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉസ്താദ് ഈ നരേന്ദ്രമോദിയെ പോളിഷ് ചെയ്തതാണോ? കാര്യം ഉസ്താദിന് ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് ക്യാഷ് അറിയാലോ, വിദേശ പണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രസ്ഥാനം നടത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഉസ്താദ് അങ്ങനെ നരേന്ദ്രമോദിയെ പോളിഷ് ചെയ്ത് നിർത്തിയതാണോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, ദലിതരുടെ അവസ്ഥ എന്ന് പറയുന്നത്? ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നരേന്ദ്രമോദിയെ പോളിഷ് ചെയ്തത് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ED ഭയന്നുകൊണ്ട് പലരും BJP-യിലേക്ക് പോകുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് AP അബൂബക്കർ ഉസ്താദ് അങ്ങനെ പറഞ്ഞത്. അതിൽ സംശയമില്ല. അത് എന്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന് സാഹചര്യമായിരിക്കാം അല്ലേ? ആയിരിക്കാം. കാരണം ഇപ്പോ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ജീവിച്ച്, അതായത് ഉന്നത സമ്പത്തോടു കൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ ED ഭയന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം, എന്തെങ്കിലും ഉന്നതമായ സമ്പത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ED വരും. അതിനെ ഭയന്ന് പലരും BJP-യിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടായിരിക്കാം ഉസ്താദ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിന്റെ യാഥാർത്ഥ്യം ഉസ്താദിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? കാരണം ഇന്ന് ഇന്ത്യയില് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും മുസ്ലിം സമുദായം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു വൃദ്ധനായ ഒരു മനുഷ്യന്റെ കടയിലേക്ക് സംഘപരിവാരത്തിന്റെ പ്രവർത്തകർ ചെന്നിട്ട് ആ വൃദ്ധനായ മനുഷ്യനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ആ കടയുടെ പേര് മാറ്റണമെന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇടപെട്ടു. അതെ അല്ലെ? അതെ. അഭിമാനത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാ പറഞ്ഞത്. അല്ലെ? അതെ. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന സംഭവങ്ങള് കാന്തപുരം ഉസ്താദിന്റെ കണ്ണിൽ അല്ലെങ്കിൽ ചെവിയിൽ എത്തുന്നില്ല എന്നാണോ? അല്ലല്ലോ. അതുപോലെ തന്നെ ആസിഫ എന്ന പൊന്നുമോളെ, വേറെ കാര്യമുണ്ട്, മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരുന്നു. അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെ കൊന്ന ലക്ഷങ്ങൾ തരാമെന്ന് BJP നേതാക്കൾ, RSSന്റെ നേതാക്കൾ പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആരും എത്തിപ്പെടാൻ ആഗ്രഹിക്കില്ല, പ്രത്യേകിച്ച് ബിസിനസ് ഒക്കെ ഉള്ളവർ എത്തിപ്പെടാൻ ആഗ്രഹിക്കില്ല. ആ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, പിന്നെ ആസിഫ എന്ന് പറയുന്ന ഒരു പൊന്നുമോള്, ആ പൊന്നുമോളെ അമ്പലത്തിലിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് നഷ്ടൂരം കൊന്നുകളഞ്ഞു. ഇതൊന്നും കാന്തപുരം ഉസ്താദ് അറിഞ്ഞില്ലേ? ഒരു കഷ്ണം ഇറച്ചി വെച്ചതിന്റെ പേരിൽ മുഹമ്മദ് അഖ്ലാഖിനെ അടിച്ചു കൊന്നു. അതൊന്നും ഉസ്താദ് അറിഞ്ഞിട്ടില്ലേ? റിയാസ് മൗലവിയെ പള്ളിക്കകത്തിട്ട് വെട്ടിക്കൊന്നു. അതൊന്നും ഉസ്താദ് അറിഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഈ ആലപ്പുഴ ജില്ലയിൽ ഇവിടെ അടുത്തൊരു ജുമാ മസ്ജിദ് ഉണ്ട്. മഹാനായ മുസാഫിർ ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പള്ളി, കടുവിനാൽ ജുമാ മസ്ജിദ്. ആ പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളി കോമ്പൗണ്ടിലിട്ട് അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ RSSന്റെ പ്രവർത്തകർ കയറി വെട്ടി. ഇതൊന്നും ഉസ്താദ് അറിഞ്ഞിട്ടില്ലേ? ഈ കേരളത്തിൽ മാത്രമല്ല, ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായം ഇന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനുള്ള കഠിനമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ തെളിഞ്ഞതാണല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉസ്താദ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതിനെതിരെ ചില പണ്ഡിതന്മാരൊന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പണ്ഡിതന്മാർ, ഈ അൻസാരി സോരി ഉസ്താദ് എന്ത് വിഷയം കണ്ടാലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? അദ്ദേഹം പോലും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ട ആ നിമിഷം
അദ്ദേഹം വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങും. പക്ഷെ എന്തുകൊണ്ട് ഈ ഉസ്താദിന്റെ വിഷയത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അവർക്കൊക്കെ സങ്കടകരം. ചില കാര്യങ്ങൾക്ക് മൂക്ക് കയറുണ്ടെന്നേ. അത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശം പണയം വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. നട്ടെല്ല് നിവർത്തി നിൽക്കണം. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഈ ഈ മണ്ണിൽ ഞാൻ കാണുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ മണ്ണിൽ അബ്ദുൽ നാസർ മദനി ഉസ്താദാണ്. അയ്യോ അള്ളാഹു, അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. അല്ല, ഇവരെയൊന്നും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ നട്ടെല്ലുള്ള വ്യക്തിയാണ്. ആദർശം ആരുടെ മുന്നിലും പണയം വെക്കാതെ തന്റെ ഇടത്തോടുകൂടി ഇനി എന്തൊക്കെ തരുമെന്ന് പറഞ്ഞാലും ആദർശം വിട്ട് അദ്ദേഹം നിൽക്കത്തില്ല. ഒരു കടുകുമണി അദ്ദേഹം ആദർശം വിട്ട് നിൽക്കാൻ അദ്ദേഹം തയ്യാറാകത്തില്ല. ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തെ മാതൃകയാക്കണം ഇവരൊക്കെ. അദ്ദേഹത്തെ മാതൃകയാക്കിയ അല്ല, അതാ പറയാം, അതൊക്കെ നേരിടാനുള്ള ചങ്കുറ്റം വേണം. അദ്ദേഹം ഇന്ന് ഇവര് കൂട്ടൊക്കെ നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ഉന്നതങ്ങളിൽ എത്തുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്ന് സുഖലോലുപനായിട്ട് കഴിയാമായിരുന്നു. സത്യമാണ്. അദ്ദേഹം ഇന്ന് ഈ അനുഭവിക്കുന്ന പീഡനങ്ങൾ മൊത്തവും കാരണം ഇന്ന് കാന്തപുരം ഉസ്താദ് എടുത്ത ആ തീരുമാനം, അല്ലെങ്കിൽ ഇന്ന് ഉസ്താദ് പറഞ്ഞ അതേ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മദനിക്കുന്ന 2 കാലിൽ സൂക്ഷിക്കാമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം മക്കൾമാരോടൊപ്പം അടിച്ചു പൊളിച്ച് മുന്തിയ വാഹനങ്ങളിൽ മുന്തിയ വീടുകളിൽ സുഖമായിട്ട് കഴിയാമായിരുന്നു. പക്ഷേ അദ്ദേഹമാണ് ആണത്തമുള്ള പുലിക്കുട്ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും വേറൊന്നും പറയാനില്ല. ഇല്ല.